ഇന്നലകളിലെ കേരളത്തിൻ്റെ ഗ്രാമത്തനിമ ഇന്നും നിലനിർത്തുന്ന കൊല്ലങ്കോട് ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ 10 ഗ്രാമങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളം തമിഴ്നാട് അതിർത്തിക്ക് സമീപം നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വരയിലുള്ള ഗ്രാമം കൂടിയാണ് കൊല്ലങ്കോട്. കൊല്ലങ്കോട് എത്തുന്നവർ ഒരിക്കലും ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട മിസ് ചെയ്യാറില്ല. ഞങ്ങളും അങ്ങനെ തന്നെ. ആദ്യം ചായക്കടയിലേക്ക്. എവിടെ പോയാലും ഭക്ഷണമാണല്ലോ പ്രധാനം. അതുകൊണ്ട് ആദ്യം ചായയും പരിപ്പുവടയും ഉഴുന്നുവടയും. ആ പഴമയെ അതുപോലെ തന്നെ നിർത്തിയ ഒരു നല്ല ചായക്കട. കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് അകത്ത് സീറ്റ് കിട്ടിയത്. പഴമയ്ക്ക് ഒട്ടും കോട്ടം വരാത്ത രീതിയിലുള്ള ആ പഴയ തനിമയോട് കൂടിയ ചായക്കട. അടുത്തത് എങ്ങോട്ടെന്ന് വലിയ പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. പിന്നെയാണ് അടുത്ത് നെല്ല് ശേഖരിക്കുന്ന ഒരു കളമുണ്ടെന്ന് അറിഞ്ഞത്. അതുമാത്രമല്ല, പാലക്കാടൻ മട്ട കൊണ്ടുണ്ടാക്കിയ നല്ല ഫുഡും അവിടെ കിട്ടുമെന്ന് അറിഞ്ഞു. എന്നാൽ ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്കെല്ലാം നല്ല നെൽകൃഷി കാണാനുണ്ടായിരുന്നു. ആ വയലിൽ ഒരു ഞണ്ടിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും കൂടെ അതിൻ്റെ പുറത്ത് കമന്ന് കിടക്കുന്നത്. സത്യത്തിൽ പിള്ളേരൊന്നും ഈ വയലിൽ ഞണ്ടിനെ കണ്ടിട്ടില്ല. ഒത്തിരി ദൂരം നെൽപ്പാടങ്ങൾ കാണാനുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് മാവിൻ്റെ തോട്ടങ്ങളും. അങ്ങനെ ട്രിപ്പ് പോയ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചെത്തി. പിന്നെ എല്ലാവരും കലാമണ്ഡലത്തിൽ പഠിച്ചവരായതുകൊണ്ട് എന്നാൽ കുറച്ച് സ്റ്റെപ്പ് ഇടാമെന്ന് വിചാരിച്ചു. പക്ഷെ ആർക്കും അനുകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ വലിയ സ്റ്റെപ്പുകളായിരുന്നു ഇവർ പഠിപ്പിച്ചത്. ഈ നെൽകൃഷിയും വയലൊക്കെ കണ്ടപ്പോൾ കുട്ടിക്കാലം ഓർമ്മ വന്നു. അന്ന് ഇതിനൊന്നും വലിയ ഭംഗിയൊന്നും തോന്നിയില്ല. ഇപ്പോഴോ കാശ് കൊടുത്ത് പെട്രോൾ അടിച്ച് ഇത് കാണാൻ വേണ്ടി പോകുന്നു. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം കുറച്ച് ദൂരം നടക്കാനുണ്ട്. കാണാൻ വേണ്ടി പോയ സ്ഥലമെത്തി. അവിടെ ഇരിക്കുന്ന അച്ഛൻ്റെയാണ് ഈ കെട്ടിടവും ഈ നെല്ലും ഈ പറമ്പുമെല്ലാം. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് പോയിരുന്ന് സംസാരിച്ചപ്പം അച്ഛൻ അതിൻ്റെ അതിരുകളും നെല്ലിൻ്റെ കൃഷിയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഭയങ്കര ഇഷ്ടത്തിൽ പറഞ്ഞു തന്നു. കൂടാതെ പാലക്കാട് സ്ലാങ്ങിൽ കുട്ടിയെ എന്നുള്ള ഒരു വിളിയും. ആ ചെറിയ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നിലമെല്ലാം പാറയാ. അതിൻ്റെ ഉള്ളിൽ പോയി കാണാമെന്ന് അച്ഛൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുവാദം തന്നു. പക്ഷേ ഒരു കാര്യം, ചെരുപ്പ് ഊരിയിട്ടേ അകത്ത് കയറാൻ പറ്റുള്ളൂ. കാരണം എല്ലായിടത്തും നെല്ലാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി നോക്കി. ഒരുപാട് നെല്ല് അതിൻ്റെ ഉള്ളിലും കൂട്ടിയിട്ടിട്ടുണ്ട്. ദേ പണിയെടുക്കുന്നു. അങ്ങനെ ആരും വിചാരിക്കണ്ട. നെല്ല് ഉണങ്ങിയപ്പോൾ അത് കോരിയെടുക്കുന്നത് കണ്ടപ്പോൾ ഒരു കൊതി തോന്നി. പക്ഷേ അച്ഛൻ പറഞ്ഞു തന്നു, അങ്ങനെയല്ല ഇടണ്ടേ, ആ മുറത്തിൻ്റെ അടിഭാഗത്ത് പിടിച്ചിട്ട് വേണം ഇടാനെന്ന്. പക്ഷേ ഒരു 2 കൊട്ട കോരി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട്